ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റായ ബോൺസ് ഓഫ് ലൈഫ് എന്ന യൂണിറ്റിലെ ഒരു പുതിയ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ്? ദ 7 Ages ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു പോമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഈ പോമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആയിട്ടുള്ള മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് and we take on different roles as we grow older. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല റോളുകളും നമ്മൾ വലുതാകുമ്പോൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഉള്ളത് പോലെയല്ല, കുറച്ചും കൂടി വലുതായാൽ അതിനുശേഷം കുറച്ചും കൂടി ഒരു പൗരനായിട്ടുണ്ടെങ്കിൽ വേറെ ഒരുപാട് റോളുകളിലൂടെയാണ് നമ്മൾ ജീവിതം കടന്നു പോകുന്നത്. ഡു യു എഗ്രി? നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട് അതുമായിട്ട്. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. അതായത് നമ്മുടെ ജീവിതം തന്നെ ഇതുവരെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ LKGയിലുള്ള ആ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ 8ലെത്തി. അപ്പോൾ 8ലെത്തിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളേതായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് റോളുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് ബി പ്ലേഡ്? നിങ്ങൾ ഒരുപാട് റോളുകൾ, അതായത് നല്ലൊരു ബേബി ആയിട്ട്, അതുപോലെ തന്നെ ഒരു ബേബി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഒരു കുട്ടി, അതായത് ചൈൽഡായിട്ട്, അങ്ങനെ ഒരുപാട് റോളുകളിലൂടെ നിങ്ങൾ വന്നിട്ടുണ്ട്. വാട്ട് സ്റ്റേജസ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ നൗ? അതായത് നിങ്ങൾ ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ലെറ്റ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദി ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ ഇവിടെ വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള, അതായത് ജീവിതത്തിൻ്റെ ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ജീവിതത്തിൻ്റെ ആ ഒരു ജേർണിയെ കുറിച്ചിട്ട് പറയുകയാണ് നമുക്ക് ഈ കവിതയിലൂടെ. ദ 7 Ages ഓഫ് മാൻ, അതായത് ഒരു വ്യക്തിയുടെ 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 തലങ്ങളെ കുറിച്ച് പറയുന്ന, 7 സ്റ്റേജുകളെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം മൊത്തം ഒരു പ്ലേയിലൂടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എഴുതിയിട്ടുള്ള ഓതർ ആരാണ്? വില്യം ഷേക്സ്പിയർ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ 7 Ages ഓഫ് മാൻ. ഫസ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് സ്റ്റാൻസ. All the world's a stage, and all the men and women merely players. They have their exist and their entrances, and one man in his time plays many parts, his act being 7 ages. അതായത് എന്താ പറയുന്നത്? ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ്, അതായത് നമ്മുടെ ജീവിതത്തെ ഒരു സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നാടകമായിട്ടാണ് ഇവിടെ പറയുന്നത് കവി, ഒരു സ്റ്റേജ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലെയേഴ്സ്, അതായത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും, അതായത് മെന്നും വുമണും അടക്കം എല്ലാവരും ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ നാടകത്തിൽ, ജീവിതമാകുന്ന നാടകത്തിലെ ഓരോ പ്ലെയേഴ്സാണ്, അതായത് ക്യാരക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ദേ ഹാവ് ദെയർ എക്സിസ്റ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കയറി വരുന്ന ഒരു എൻട്രൻസും ഉണ്ട്, അതുപോലെ തന്നെ പോകേണ്ടതായിട്ടുള്ള എക്സിറ്റും ഓരോ വ്യക്തികൾക്കും ജീവിതത്തിലുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്ട്, അതായത് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ഈ സ്റ്റേജിൽ എന്താണ്, ആളുകൾ ഒരുപാട് റോളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഹിസ് ആക്ട് ബീങ് 7 ages, അതായത് നമ്മുടെ ഈ ആക്ടിനെ അഭിനയത്തെ എന്താണ് ജീവിതത്തിലെ 7 തലങ്ങളിലായിട്ടാണ് തിരിക്കുന്നത്, 7 സ്റ്റേജസ് ആയിട്ടാണ് തിരിക്കുന്നത്. At first the infant, mewling and puking the nurse's arms, and then the winning school boy with his stature and shining morning face, creeping like snail, unwilling to school. അതായത് ആദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു റോള്, ഒരു അഭിനയം എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻഫാൻറ്റ്, അതായത് ഒരു കൈക്കുഞ്ഞായിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്. മ്ലൂയിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ നഴ്സേഴ്സ് ആം, അതായത് നഴ്സിൻ്റെ നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ കരയുകയും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇൻഫാൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഷൈനിങ് മോർണിംഗ്
then winning school boy with his statue. അതായത് വിന്നിങ് എന്ന് പറയുന്നത് അതിന് ശേഷമാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ബാഗ്, സ്റ്റാച്യു എന്ന് പറയുന്നത് സ്കൂൾ ബാഗുമായിട്ട് രാവിലെ തന്നെ നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ഷൈനിങ് പ്രകാശമായിട്ടുള്ളൊരു ഫേസിലൂടെ ആ ബാഗും ഒക്കെ എടുത്തിട്ട് ഒരു ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ, അതായത് സ്നെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചിനെ പോലെ മെല്ലെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. നമുക്ക് ആർക്കും തന്നെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ അത്ര ഉത്സാഹമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് സ്കൂൾ മുടക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇൻഫാൻറ്റിൽ നിന്ന് സ്കൂൾ ടൈം എന്ന് പറയുന്നത്. Then next, and then the lover, shining like furnace with a wolfer ballad made to his mistress eyebrow. അതിനുശേഷം കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ലവർ എന്ന് പറയുന്നത്. ഒരു കാമുകൻ, അതായത് ഇവിടെ ഒരു ബോയിനെ അല്ലെങ്കിൽ ഒരു മെന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാമുകനായിട്ട് പറയാം. അതിനുശേഷം സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലവർ, കാമുകനാകുകയാണെന്നാണ് പറയുന്നത്. സൈനിങ് ലൈക്ക് ഫർണസ് വിത്ത് എ വോൾഫർ ബെല്ലാത്ത്, അതായത് ഒരു ഫർണസ്, ഒരു തീച്ചൂളം പോലെ ഇരിക്കുന്ന ഒരു സമയമാണ് എന്ത് പറയുന്നത്, ഒരു ലവർ എന്ന് പറയുന്ന കാലഘട്ടം. വളരെയധികം വേദനയോടെ ഒരു വോൾഫർ ബെല്ലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ് ആണ്, ഒരു എന്താ പറയുക സാഡ് റൊമാൻറ്റിക് സോങ് എന്നാണ് അർത്ഥം. അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ബെല്ലാഡ് അവൻ്റെ കാമുകിയെക്കുറിച്ചുള്ള അവളുടെ ഐബ്രോ പിരികത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ആ പാട്ടിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ വേദനയോടെയും വിരഹവേദനയോടെയും ഇരിക്കുന്ന ഒരു കാമുകൻ, ഒരു ലവറായിട്ടാണ് ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് Then a soldier full of strange odds and breeded like a part, jealous in horrors and sudden in quick quarrel, seeking the bubble reputations even the cannon's mouth. അതായത് അതിനുശേഷം നമ്മൾ എന്താണ്, ഒരു സോൾജർ, ഒരു പട്ടാളക്കാരനായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്നത് ഒരു കുടുംബസ്ഥൻ എന്ന രീതിയിലും നമുക്കിവിടെ ഇതിനെ ഉദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റോളാണ് ഒരു സോൾജർ, ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന റോള്. ഓത്ത് സ്ട്രേഞ്ച് എന്ന് പറയുന്നത് എന്താ, പല തരങ്ങളിലുള്ള പ്രതിജ്ഞകളൊക്കെ ചെയ്തിട്ട് എന്താണ് ലൈക്ക് ബേർഡ് ലൈക്ക് എ പാർട്ട്, എന്താണ് ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിപ്പുലിയെ പോലിട്ടുള്ള ഒരു മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രായത്തെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ജീലസ് ഇൻ ഹോണർ ആൻഡ് സഡൻ ക്യൂക്ക് ഇൻ കോറൽസ്, അതായത് മറ്റുള്ളവരെ ഇങ്ങനെ വലുതാക്കി പറയുക, അതുപോലെ തന്നെ അവരുടെ എന്താണ് ഉയർച്ചയിലൊക്കെ ഒരു ചെറുതായിട്ടുള്ള കുശുമ്പ്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള അടിപിടി അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം, ആ ഒരു കാലഘട്ടമാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സീക്കിംഗ് ഇൻ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ദ കാനമൗത്ത്, അതായത് കാനമൗത്ത് എന്ന് പറയുന്നത് ഒരു എന്താണ് പീരങ്കി, അതായത് വെടിയുണ്ടകൾക്ക് വന്നാലും അത് നേരിടുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാലഘട്ടമാണ്. അതായത് ഒരു ചെറിയ നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടമാണ് എന്നാണ് പറയുന്നത്. പീരങ്കിയുടെ മുന്നിൽ പോലും നിൽക്കുന്ന ഒരു കാലഘട്ടം എന്നതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാം എല്ലാത്തും കൂടുതലായിട്ടുള്ളൊരു നിമിഷം, അതായത് വിഷമവും സങ്കടവും എടുത്തുചാട്ടവും എല്ലാം കൂടുതലായിട്ടുള്ള ഒരു നിമിഷമാണ് എന്ത് സോൾജർ എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്, ആൻഡ് ദെൻ ദ ജസ്റ്റിസ് in the fair round belly with good cap on linen, with the eyes severe and beard of formal cut, full of wise sauce and modern instance, and so he plays his part. അതായത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് സോൾജറിൽ നിന്ന് മാറിയിട്ട് ഒരു ജസ്റ്റിസ്, അതായത് എന്താണ് ഒരു നീതി, അതായത് എന്താ നമുക്ക് ഈ നീതിയെ ഒരുപാട് അർത്ഥത്തിൽ പറയാം. അതായത് ഒരു വീട്ടിലെ ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി മാനായിട്ടൊക്കെ നമുക്ക് ഇതിലൂടെ പറയാവുന്നതാണ്. അപ്പോൾ എന്താണ് റൗണ്ട് ബെല്ലി, അതായത് ക്യാപ്പോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂവൻ കോഴിയുടെ ഇറച്ചി പോലെ, അതായത് മുഴുവനായിട്ട് ഫില്ലായിട്ടുള്ള റൗണ്ട് ബെല്ലി പോലെയാണെന്ന് പറയുന്നു. അതുപോലെ സിവിയർ ഐ എന്ന് പറയുന്നത് എന്താ, തീക്ഷ്ണമായിട്ടുള്ള ആ കണ്ണുകളും അതുപോലെ തന്നെ ഒരു ബിയർഡ് ഫോർമൽ കട്ടായിട്ടുള്ള, അതായത് ഫോർമൽ കട്ടും, അതുപോലെ തന്നെ ഫുൾ ഓഫ് വൈസ്, അതായത് എന്താണ് ഉപദേശങ്ങളും അതുപോലെ തന്നെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ നല്ല വാക്കുകൾ ചൊല്ലുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സോൾജറിൽ നിന്ന് മാറി ജസ്റ്റിസ്, നീതിമാനായിട്ടുള്ള ഒരാളായിട്ട് മാറുന്ന അടുത്തൊരു സ്റ്റേജിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അതിനുശേഷം അടുത്തൊരു സ്റ്റാൻസ് നോക്കാം. The 6th 8th shift into the lean and slippered pantaloon with spectacles on nose and the pouch on side.
His youthful horse will sound a word too wide for his strength, and his big manly voice turning again towards childish treble pipes and whistles in his sound. അതായത് ആറാമത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പാൻറ്റലൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം ചെന്നിട്ടുള്ള കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാൾ എന്നാണ് അർത്ഥം പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ആ സമയത്താണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ണിൽ കണ്ണാടൊക്കെ വെച്ചിട്ട് പാൻറ്റിൻ്റെ പൗച്ചൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൗച്ചിൽ എന്താണ് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്നതാകാം, അതൊക്കെ നമുക്കതിനെ ചിത്രീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂത്ത്ഫുൾ ഹോഴ്സ് എന്ന് പറയുന്നത് എന്താ, അദ്ദേഹത്തിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള യൂത്ത്ഫുൾ ഹോഴ്സ് എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റുകളൊക്കെ എന്തായി ലൂസായിട്ട് അതുപോലെ തന്നെ വൈഡാവാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രങ്ക് എന്ന് പറയുന്നത് എന്താ, അതായത് സ്ട്രങ്ക് ആയിട്ടുള്ള കണം കാലുകൾ എന്താണ് അവിടെയും ഒക്കെ ലൂസായി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഗാംഭീര്യമുള്ള സൗണ്ടെല്ലാം മാറിയിട്ട് കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൗണ്ടായിട്ട് മാറുന്നതും, അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ കിളികളുടെ ഒരു സൗണ്ട് പോലെ ഒരു ചെറുതായിട്ട് നേർത്തിട്ടുള്ള സൗണ്ടൊക്കെ ആയിട്ട് മൈൽഡായ സൗണ്ടായിട്ടും മാറുന്ന ഒരു കാലഘട്ടമാണ് ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സൗണ്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു വിസിലായിട്ടുള്ള സൗണ്ടുകളും നമുക്ക് വരാൻ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. then അവസാനത്തെ സ്റ്റാൻസ, the last scene of all that ends this strange eventful history is second childishness and mere oblivion, sans street, sans ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. അതായത് നമ്മുടെ അവസാനത്തെ ആ ഒരു സീനിനെ കുറിച്ചിട്ടാണ് ഇനി കവി ഇവിടെ പറയുന്നത്. അതായത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു ചരിത്രം അവസാനിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, അതായത് നമ്മൾ കുറേ പ്രായം ചെന്നിട്ടുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊരു സെക്കൻഡ് ചൈൽഡിഷ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കുട്ടിക്കാലം പോലെയാണ് അവതരിപ്പിക്കുന്നത്. അതായത് നമുക്കെന്താണ് പല്ലുകളൊന്നുമില്ല, അതുപോലെ തന്നെ കാഴ്ച മങ്ങിയിട്ടുള്ളത്, ടേസ്റ്റ് ഒന്നുമില്ല, എല്ലാതും എവറിത്തിങ് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ മനുഷ്യന്മാർ കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്കുള്ള പോമിൽ പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലെ 7 തലങ്ങളെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ വില്യം ഷേക്സ്പിയർ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് അപ്രിസിയേഷനൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കിത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പദങ്ങളുണ്ട്, ഒരു ന്യൂ വേർഡ്സ് എന്ന് പറയാം, അത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഈ ഓതറിനെ കുറിച്ച് കുറച്ച് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ഈ ദ 7 Age of Man is an extract from വില്യം ഷേക്സ്പിയേഴ്സ് വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. അതായത് ഈ 7 Age of Man എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയിൽ നിന്നെടുത്തിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓതറിനെ പറ്റി പഠിക്കാം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്തു നോക്കാം. About the author, William Shakespeare was an English playwright, poet and actor widely regarded as one of the greatest writers of the world. He is known as the Bard of Avon. His works include 37 plays, 154 sonnets and 2 long narrative poems. His plays have been translated into even major living language and have been performed all over the world. The characters of the Shakespeare have stood the test of time. അതായത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ അഭിനേതാവും ഒക്കെ ആയിരുന്നു വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ലെറ്റ്സ് ലേൺ ദിസ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അതായത് നമ്മൾ ഈ പോം വായിച്ചപ്പോൾ അത് ഒരുപാട് ന്യൂ വേർഡ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അതാണ് മ്യൂലിങ്, പൂക്കിങ്, വിന്നിങ് അതുപോലത്തുള്ള വേർഡുകൾ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മീനിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് വായിച്ച് നോക്കാം. നമ്മൾ ഈ ഫോം എടുക്കുമ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഇനി വീണ്ടും പറയാത്തത്. നമുക്ക് നേരെ ഇനി ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൊക്കെ കിടക്കാം. ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റീജോയ്സ്. അതായത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ ഫോം
ഇൻഫാൻസിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഇൻഫാൻസി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്ഡ്? വാട്ട് ആർ ആക്ഷൻസ് അസോസിയേറ്റ് വിത്ത് ഇറ്റ്? അതായത് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇൻഫാൻസി, കൈക്കുഞ്ഞ് എന്ന് പറയുന്ന ആ ഇതെങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ, ഇൻഫാൻസി ഈസ് ദ സ്റ്റേജ് ഓഫ് ലൈഫ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലെ ആദ്യത്തെ ഒരു സ്റ്റേജാണ്. ഇൻ ദിസ് സ്റ്റേജ് ദ ബേബീസ് ഷോ ആസ് ക്രൈയിങ് ആൻഡ് വോമിറ്റിംഗ് ഇൻ ദ നഴ്സേഴ്സ് ആം. അതായത് ആ സ്റ്റേജിൽ കുട്ടികൾ കരയുകയും അതുപോലെ തന്നെ വോമിറ്റ് ചെയ്യുകയും ഒക്കെ നഴ്സുകാരുടെ കൈകളിൽ നിന്ന് ചെയ്യും. ദ ബേബി ഈസ് ടോട്ടലി ഹെൽപ്ലെസ് ആൻഡ് നീഡ് കംപ്ലീറ്റ് കെയർ. അതായത് കുട്ടിക്ക് എല്ലാത്തിനും കെയറും അതുപോലെ തന്നെ അതിനൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, with which age mentioned in the extract do you identify now? Why? ഏതാണ്? ഐ ഐഡൻറ്റിഫൈ വിത്ത് ദ സ്കൂൾ ബോയ് സ്റ്റേജ് ബിക്കോസ് ഐ എം സ്റ്റിൽ എ സ്റ്റുഡൻറ്റ്. അതായത് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സ്കൂൾ ബോയ് ആണ്. കാരണം നമ്മളും ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ ക്യാരി സ്കൂൾ ബാഗ്സ് ആൻഡ് ഗോ ടു സ്കൂൾ എവറി ഡേ. സംടൈംസ് ഐ വില്ലിംഗ്ലി ജസ്റ്റ് ലൈക്ക് ദ ബോയ് ഇൻ ദ പോം. അതായത് ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ പോമിലെ കുട്ടിയുടെ പോലെ തന്നെ. Then third, what are the qualities attributed to the soldiers? What does he seek? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു പട്ടാളക്കാരൻ സോൾജേഴ്സിലുള്ളത്? The soldier is shown as a brave, quick to fight, full of strange oath, അതായത് promises and provide of his honor. He seeks short-lived fame, even if the means facing danger like going the mouth of a cannon. വളരെയധികം ധൈര്യവും അതുപോലെ തന്നെ എല്ലാതും ഫേസ് ചെയ്യാനുള്ള എല്ലാ അപകടങ്ങളും ഫേസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ സിക്സ്ത് ഏജ് ഓഫ് ലൈഫ്? ഹൗ ഡസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജ്? അതായത് ആറാമത്തെ സ്റ്റേജ് എങ്ങനെയാണ് എഴുത്തുകാരൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏർലിയർ സ്റ്റേജുമായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ദ സിക്സ്ത് ഏജ് ഈസ് ഡിസ്ക്രൈബ് ആസ് എൻ ഓൾഡ് മാൻ ഹു ഈസ് തിൻ വിയറിംഗ് സ്ലിപ്പേഴ്സ് വിത്ത് ഗ്ലാസസ്, എ സ്മോൾ പൗച്ച് ആൻഡ് ലൂസ് ക്ലോത്ത്. അതായത് ആറാമത്തെ എന്താണ്, വയസ്സായിട്ടുള്ള സ്ലിപ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ണാടയും അതുപോലെ തന്നെ ചെറിയ പൗച്ചും അതുപോലെ തന്നെ ലൂസ് ക്ലോത്തുമായിട്ടാണ്. ഹിസ് സ്ട്രോങ് വോയിസസ് ബിക്കം ഹൈ പിച്ച്ഡ് അഗെയിൻ. അതായത് ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള സൗണ്ടായിട്ട് മാറുകയും അതുപോലെ തന്നെ ചൈൽഡിനെ ലൈക്ക് എ ചൈൽഡാണ്. This age is very different from earlier stage because it shows the body getting weaker and returning to a childish stage. അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എല്ലാം വീക്കായിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാലത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 4 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Then next, let's appreciate a question. Now read an extract again and complete the table. അതായത് നമ്മൾ പറഞ്ഞു 7 സ്റ്റേജുകളുണ്ടെന്ന്. അപ്പോൾ അതായത് ഓരോ സ്റ്റേജിൻ്റെയും ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ കീ ഇമാജിനറി എഴുതുകയും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഇൻഫാൻസി ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് എഴുതാം? അതായത് ക്രൈയിങ് ആൻഡ് വോമിറ്റിംഗ് ഇൻ നഴ്സേഴ്സ് ആംസ് അതെഴുതാം. അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനറി എന്താണ്? മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ നഴ്സേഴ്സ് ആം. അതായത് നമ്മൾ കവിതാഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ വെരി ഹെൽപ്ലെസ്, അതായത് വൾനറബിൾ ആൻഡ് നീഡി ആയിരിക്കും, എല്ലാത്തിനും ആവശ്യമുള്ളതായിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റേജാണ് സ്കൂൾ ബോയ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സ്കൂളിലേക്ക് ഗോയിങ് ടു സ്കൂൾ സ്ലോലി വിത്ത് ബാക്ക് ആൻഡ് എ സാഡ് ഫേസ് ആൻഡ് കീ ഇമാജിനറി ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ വിന്നിങ് സ്റ്റാച്ചൽ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലേസി, കംപ്ലൈൻറ്റിങ്, അൺവില്ലിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ദെൻ അടുത്ത സ്റ്റേജാണ് ഒരു ലവർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതിലെന്താണ് സിങ്സ് ലവ് സോങ്സ് സൈറ്റ് ആൻഡ് സാഡ്ലി ഫോർ ഹിസ് ലവ്, അതായത് സ്റ്റൈനിങ് ലൈക്ക് എ ഫർണസ് വിത്ത് എ വോൾഫർ ബലാഡ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? റൊമാൻറ്റിക്, ഇമോഷണൽ ഡ്രീമർ. ഓക്കെ, അതിന് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് നമ്മളൊരു സോൾജിയർ എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ അതിലെന്തൊക്കെയാണ്? ഫൈറ്റ്സ് ക്വിക്ക്ലി, സീക്സ് ഫെയിം ആൻഡ് ടേക്ക് ഓത്ത്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കീ ഇമാജിനറി എന്ന് പറയുന്നത് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്, സീക്കിംഗ്, ബബിൾ, റെപ്യൂട്ടേഷൻ, ക്വാറൽ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ബ്രേവ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രൗഡ് ആയിരിക്കും, ക്വിക്ക് ടെമ്പേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന സ്റ്റേജ്. അതിലുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണ്? ബിക്കംസ് വൈസ് ആൻഡ് ഫെയർ വിത്ത് എ ബിഗ് ബെല്ലി. ദെൻ അതിലെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ് കീ ഇമാജിനറി റൗണ്ട് ബെൽ, വൈസ് ആൻഡ് സിവിയർ ഐസ്, ഫോർമൽ കട്ട്.
ദെൻ അടുത്ത സ്റ്റേജാണ് എന്ത് സോൾജർ കഴിഞ്ഞ് ജസ്റ്റിസ് കഴിഞ്ഞ പാൻറ്റലൂൺ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. സിക്സ്ത് സ്റ്റേജ് തിൻ വിയേഴ്സ് ഗ്ലാസസ് സ്പീക്സ് ഇൻ ഹൈ പിച്ച്ഡ് വോയിസ് ഓർ ലൈക്ക് നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു എന്താണ് പിച്ച്ഡ് ലോ പിച്ച്ഡ് സൗണ്ട് എന്ന് പറയാം. ദെൻ അടുത്തത് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ സ്പെക്ടക്കിൾസ് ഓൺ നോസ് പൈപ്സ് ആൻഡ് വിസിൽസ്. ദെൻ ക്യാരക്ടറൈസിക്സ് വീക്ക് ചൈൽഡിഷ് അഗെയിൻ ഫോർഗെറ്റ്ഫുൾ. ദെൻ ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് റിസംബ്ലിംഗ് ഇൻഫാൻസി ആൻഡ് മാർക്കഡ് ബൈ ഡിപ്പെൻഡൻസി. Sans teeth, sans eyes, sans taste, sans everything. Dependent, helpless, forgetful. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടാബിൾ. Then B question എന്താണ്? After completing the table, discuss the points and write a brief paragraph summarizing the central theme of the extract with the help of the guidelines given below. അതായത് ഇവിടെ നമ്മളോട് ഈ പാരഗ്രാഫ്, അതായത് നമുക്ക് ഈ പോം വായിച്ചിട്ട് അതിന് നമുക്ക് മനസ്സിലായി 7 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ടേബിളിൽ വളരെ കൃത്യമായി പറഞ്ഞു. ഇനി അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോടൊരു പാരഗ്രാഫ് ഉണ്ടാക്കാനാണ്. ഒരു അപ്രിസിയേഷൻ എന്ന പോലെ, അതായത് അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ദ സെവൻ ഏജസ് ഓഫ് മാൻ റിട്ടൺ ബൈ ആരാണ്? വില്യം ഷേക്സ്പിയർ ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. ഇൻ ദിസ് എക്സ്ട്രാക്ട് ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ദ എക്സാക്ട് ഔട്ട്ലൈൻസ്. ഈ ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് നോക്കാം. The Seven Ages of Man, written by William Shakespeare, is taken from the play As You Like It. In this extract, the world is compared to a stage. The extract outlines the 7 stages of a man's life. In the first stage, he is a baby who cries and needs care. In the second stage, he is a schoolboy who goes to school unwillingly. Then he becomes a lover, expressing his love through the sad songs. After that, he has become a brave but aggressive soldier who wants the fame. In the fifth stage, he is a wise judge and a round belly and serious look. In the sixth stage, he has become a thin old man with glasses and a weak voice. Finally, he reached the last stage, the second childhood, where he forgets everything and becomes completely helpless again. അപ്പോൾ ഇത് ചെറിയൊരു പാരഗ്രാഫാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വലുതാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ക്യാരക്ടറൈസിക്സ് വെച്ചിട്ട് ഇതിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിലാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. Activity 1, A question. Read these lines from the extract. അതായത് നമ്മുടെ പോമിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. Here the writer compares the schoolboy unwilling walk to go to school to a snail's slow pace. The writer uses the like to make the comparison. This is a figure of speech. Do you know what is it? അതായത് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലൈക്ക് എന്ന് പറയുന്നത്, അതായത് ക്രീപ്പിംഗ് ലൈക്ക്. അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. നമ്മൾ സിമിലി എന്ന് പറയുന്ന ഒരു ഫിഗറാണ്. അതായത് ഒരു പോമിൽ ലൈക്കോ ആസോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അതൊരു സിമിലി ആണെന്ന്. അതായത് സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that compares two different things using the words like or as. It states that one thing is similar to another. അതായത് ഒരു സാധനത്തിനെ എന്താണ് മറ്റൊന്നിനോട് ഉപമിച്ചിട്ട് പറയുന്നതാണ് ഒരു ലൈക്കോ ആസോ വെച്ചിട്ട്. Pick out their instances similarly on the extract. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് തന്നെ ഈ പോമിൽ നിന്ന് തന്നെ മനസ്സിലാകും. ക്രീപ്പിംഗ് ലൈക്ക് സ്നീൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ലൈന്. അതുപോലെ സൈറ്റിംഗ് ലൈക്ക് ഫർണസ്, അവിടെയും എന്താണ് ആ ഒരു ലവറിനെ കമ്പയർ ചെയ്യുകയാണ് ഹോട്ട് ഫർണസിനോട് കൂടിയിട്ട്. അവിടെ അപ്പോൾ ലൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈക്കും ആസും എവിടെ കണ്ടാൽ അത് സിമിലി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിലെ ബി ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫസ്റ്റ് 2 lines on the extract. What are the things compared here? All the world stage, all the men and women merely players. ഇവിടെ എന്തിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? അതായത് നമ്മൾ ആ ലൈൻസ് പരിശോധിക്കുമ്പോൾ ഇവിടെ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് മെറ്റാഫർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് മെറ്റാഫർ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. മെറ്റാഫർ എന്ന് പറയുന്നത് ഈസ് എ poetic device that states implied comparison without the use of like or as. It asserts that two things are identical rather than just similar. അതായത് ആസും ലൈക്കും യൂസ് ചെയ്യാണ്ട് ഒരു സാധനത്തിനെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റാഫർ എന്ന് പറയുക. അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിക്ക് ഔട്ട് ദ അതർ ഇൻസ്റ്റൻസ് മെറ്റാഫർ ഇൻ ദ എക്സ്ട്രാക്ട്. അതായത് നമ്മളോട് മറ്റുള്ള മെറ്റാഫേഴ്സ് പാഠത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം?
അതായത് ഓൾ ദ വേർഡ്സ് എ സ്റ്റേജ്, അതായത് എന്താ ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു സ്റ്റേജ്, അപ്പോൾ ഇതൊരു മെറ്റാഫറാണ്. അതുപോലെ തന്നെ ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്, അതായത് പീപ്പിൾ ആർ കമ്പയർഡ് ടു ആക്ടേഴ്സ് ഇൻ എ പ്ലേ, അതായത് ഒരു നാടകത്തിലെ ആക്ടേഴ്സിനോടാണ് ആളുകളെ കമ്പയർ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതും ഒരു മെറ്റാഫറാണ്. ദെൻ ഹിസ് ആക്ട് ബീയിങ് സെവൻ ഏജസ്, ദ മാൻസ് ലൈഫ് ഈസ് ഷോൺ ആസ് എ സീരീസ് ഓഫ് 7 ആക്ട് ഇൻ എ പ്ലേ, അപ്പോൾ അതും മെറ്റാഫറാണ്. അപ്പോൾ അതായത് നമ്മളിതിൽ മെറ്റാഫർ പഠിച്ചു, സിമിലി പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ പോമിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോം നന്നായി പഠിച്ചു, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസ് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. 8ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മലയാളം അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.